IPL മാച്ച് നമ്പർ 12 അവസാനിച്ചപ്പോൾ ടൂർണമെന്റിലെ ആദ്യ വിജയം മുംബൈ നേടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച മുംബൈ ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ആദ്യ 1-2 ഓവറിൽ ലഭിച്ച സ്വിംഗ് പെർഫെക്റ്റ് ആയി തന്നെ ചഹർ ബോൾട്ട് താരങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആദ്യ ഓവറിൽ നരേനെ ബോൾട്ടും രണ്ടാം ഓവറിൽ ഡീകോക്കിനെ ചഹറും തിരികെ അയച്ചു. പിന്നീട് നിരന്തരമായ ഗ്യാപ്പിൽ വിക്കറ്റ് വീഴാൻ തുടങ്ങിയതോടെ ടീം ടോട്ടൽ 100 എത്തുമോ എന്ന സംശയമുണ്ടായിരുന്നു. പവർ പ്ലേയിൽ 41-4 ആയിരുന്നു KKRന്റെ സ്കോർ. വാലറ്റത്തെ രമൺദീപ് നടത്തിയ ചെറുത്തുനിൽപ്പാണ് KKRന്റെ ടീം ടോട്ടൽ ഇന്നലെ 100 കടത്തിയത്. ആദ്യ മത്സരത്തിൽ RCBക്കെതിരെ കണ്ടതുപോലെ തന്നെ അനാവശ്യ ഷോട്ട് മേക്കിംഗ് ആണ് വാങ്കഡെ പോലെ ഒരു ബാറ്റിംഗ് ട്രാക്കിൽ കൊൽക്കത്തയെ തകർത്തത്. ബേസിക്കലി SRH കളിക്കുന്നത് പോലെ തന്നെ വന്നവരെല്ലാം വിക്കറ്റ് വീഴുന്നത് നോക്കാതെ അറ്റാക്ക് ചെയ്യാനാണ് KKR നിരയിൽ ശ്രമിച്ചത്. എന്നാൽ അത് ഒരു രീതിയിലും ടീമിനെ സഹായിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഒരു നല്ല പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനോ ഗ്രൗണ്ടിലൂടെ ഗ്യാപ്പ് പിക്ക് ചെയ്ത് ഷോട്ട് മേക്കിംഗ് നടത്താനോ ഒന്നും കൊൽക്കത്ത ശ്രമിക്കുന്നത് പോലെ തോന്നിയിരുന്നില്ല. ജസ്റ്റ് 6 ലക്ഷ്യമാക്കി മാത്രം ഷോട്ട് കളിച്ച് മിസ്റ്റേം ആകുന്ന പന്ത് ക്യാച്ചായാണ് പകുതിയിൽ കൂടുതൽ വിക്കറ്റും കൊൽക്കത്തയിൽ പോരുന്നത്. വളരെ ഇറസ്പോൺസിബിൾ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ടോട്ടൽ ബാറ്റിംഗും കാണപ്പെട്ടത്. മുംബൈയിലേക്ക് വന്നാൽ അരങ്ങേറ്റക്കാരൻ അശ്വിനി കുമാർ ഹൈലി ഇംപ്രസീവ് ആയിരുന്നു. നല്ല ലെങ്ത്തുകൾ തന്നെ ആ സ്പെല്ലിൽ താരം കീപ്പ് ചെയ്തിരുന്നു. ഒരു അരങ്ങേറ്റക്കാരൻ്റെ ഏറ്റവും ബെസ്റ്റ് IPL സ്പെൽ കൂടിയാണ് അശ്വിനി എറിഞ്ഞത്. ഹാർദിക്കിന്റെ ഫീൽഡ് പ്ലേസ്മെന്റും അതിനനുസരിച്ചുള്ള ടീമിന്റെ ബോളിംഗും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രഹാനയുടെ വിക്കറ്റാണ് അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. ഡീപ് ബാക്ക്വേർഡ് പോയിന്റ് കൊണ്ടുവന്ന് ഔട്ട് സൈഡ് ഓഫിൽ ആംഗിൾ ക്രിയേറ്റ് ചെയ്ത് പന്തെറിഞ്ഞപ്പോൾ കറക്റ്റായി ആ ട്രാപ്പിലേക്ക് തന്നെ രഹാന പന്തടിച്ച് ഔട്ട് ആവുകയാണ് ചെയ്തത്. സോ ഓവറോൾ എക്സലന്റ് ആയ ബോളിംഗ് പെർഫോമൻസ് ആണ് ടോട്ടൽ MI നിര കാഴ്ചവെച്ചത്. ഫസ്റ്റ് ഇന്നിംഗ്സ് കൊണ്ട് തന്നെ 90% മത്സരത്തിന്റെ റിസൾട്ടും ഫിക്സ് ആയിരുന്നു. സെക്കൻഡ് ഇന്നിംഗ്സിൽ യാതൊരു സമ്മർദ്ദവുമില്ലാതെ വൺ സൈഡഡ് ആയി ഗെയിം MI ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തത്. നെഗറ്റീവ് റൺ റേറ്റ് ഉണ്ടായിരുന്ന മുംബൈക്ക് അതുകൂടി തിരുത്താൻ അവസരം കിട്ടിയ ഒരു പെർഫെക്റ്റ് ഗെയിം കൂടിയാണിത്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത് കൊൽക്കത്ത 116 എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ 62 നേടിയ റിക്കൾട്ടന്റെ പിൻബലത്തിൽ 13-ാം ഓവറിൽ MI വിജയിക്കുകയാണ് ചെയ്തത്. അശ്വിനി കുമാറാണ് കളിയിലെ താരം.